രാക്ഷസ പ്രണയം 38. മഹിയെയും കൂട്ടി പ്രതാപനും മണിയും തിരികെ വീട്ടിലെത്തി. അപ്പോഴേക്കും മുത്തശ്ശിയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാവരുമുണ്ട്, ധ്യാൻ ഒഴികെ. വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ മഹേന്ദ്രൻ പോയത് വിജയുടെ അടുത്തേക്കാണ്. കട്ടിലിൽ തനിയെ എഴുന്നേൽക്കാനായി ശ്രമിക്കുന്ന വിജയെയും അവന്റെ അടുത്ത് അവനെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ആതിരയെയും കണ്ടപ്പോൾ മഹേന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി. അയാൾ ഓടിച്ചെന്ന് തന്റെ മകനെ പുണർന്നു. ആതിരയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എങ്കിലും അവളുടെ പൊട്ടിയ ചുണ്ടുകൾ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങൽ. അയാൾ അവളെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അച്ഛന്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് പൊട്ടിക്കരഞ്ഞു. കരയാതെ മോളെ, കരയാതെ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരാതിന് ഞാൻ നോക്കിക്കോളാം. എല്ലാവരെയും വിശ്വസിച്ചു. മകനെപ്പോലെ കണ്ടവൻ ചതിക്കുമെന്നും എന്റെ മകളെ ഉപദ്രവിക്കുമെന്നും ഓർത്തില്ല. സാരമില്ല, ഇനി ഒരു പിഴവ് പറ്റാതെ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തരി മണൽ വീഴാതെ ഈ അച്ഛൻ നോക്കിക്കോളാം. അയാളുടെ വാക്കുകൾ വിജയ്ക്കും ആതിരയ്ക്കും ഒരുപാട് ആശ്വാസം നൽകി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. വിജയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഗൗരി മാത്രം തന്റെ മകനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. പ്രതാപൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഓഫീസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ധ്യാനിപ്പോൾ നാട്ടിലില്ല, വിദേശത്താണെന്നും ഫോൺ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അവനെ ട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് വിളിക്കാത്തത് എന്നൊക്കെയാണ് പ്രതാപൻ ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്കിലും തന്റെ മകൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. അന്നത്തെ സംഭവ ദിവസം രാത്രി തന്നെ ആ വീട് വിട്ടു പോയതാണ് നിരഞ്ജന. പിന്നെ അവളും ഗണേശനും അങ്ങോട്ട് വന്നിട്ടേയില്ല. ധ്യാനിന്റെ കാര്യം ചോദിക്കാനായി ഗൗരി അവരെ വിളിച്ചു, എങ്കിലും രണ്ടുപേരെയും കിട്ടുന്നില്ലായിരുന്നു. ഗണേശൻ അയാളുടെ മുഴുവൻ പണവും പുതുതായി തുടങ്ങിയ ഒരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മഹേന്ദ്രന്റെ ചില പരിസ്ഥിതി പ്രവർത്തകരെ കണ്ട് ഫാക്ടറി പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ്, മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പേപ്പറൊക്കെ ഉണ്ടാക്കിയെടുത്തു. ആ ഫാക്ടറി പൂട്ടിച്ചു. അതോടുകൂടി ഗണേശനാകെ പരിങ്ങലിലായി. മിക്ക ബാങ്കുകളിൽ നിന്നും കടമെടുത്താണ് ഫാക്ടറി തുടങ്ങിയത്. ഒടുവിൽ ആകെ കേസും വഴക്കുമായി അയാൾ ഇപ്പോൾ ജയിലിലാണ്. അച്ഛന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ കടക്കണിയിൽപ്പെട്ടപ്പോൾ അച്ഛനെ സഹായിക്കാൻ നിൽക്കാതെ സ്വന്തം തടി മാത്രം രക്ഷിച്ചെടുത്തുകൊണ്ട് നിരഞ്ജന വിദേശത്തേക്ക് കടന്നു. സിംഗപ്പൂരിലേക്കായിരുന്നു അവൾ പോയത്. കാരണം അവിടെ അവൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് വിജയുടെ തട്ടകമാണ്. തന്നെ ചതിക്കാൻ കൂട്ടുനിന്ന തന്റെ പെണ്ണിനെ വേദനിപ്പിച്ച നിരഞ്ജനയെ വെറുതെ വിടാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. സിംഗപ്പൂരിലെ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ HR ആയിട്ടായിരുന്നു അവൾ ജോലി നോക്കിയത്. അവൾ പോലും അറിയാതെ ഓഫീസിലെ ചില തിരിമറികളിൽ അവളുടെ പേര് ചേർത്തു. ഇപ്പോൾ അവൾ സിംഗപ്പൂർ ജയിലിലാണ്. അവൾക്കറിയാം ഇതിന്റെ എല്ലാം പിന്നിൽ വിജയാണെന്ന്. എന്നാൽ അവനെ എതിർക്കാൻ കഴിയാത്ത വിധം എന്നേക്കുമായി അവളുടെ പത്തി താഴ്ന്നുപോയിരുന്നു. ഗണേശനും നിരഞ്ജനയും ജയിലിലായി. ധ്യാൻ പുറം ലോകം കാണാതെ ഒരു കുടിസുമുറിയിൽ ദിവസങ്ങൾ തള്ളി നീക്കി. പക്ഷെ അവനിൽ ഒരൽപ്പം പോലും കുറ്റബോധമില്ല. മരണത്തെപ്പോലും അവൻ ഭയക്കുന്നില്ല. പക്ഷെ അതിനു മുൻപ് ആതിരയെ ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെതാക്കണം. അവളെയും തനിക്കൊപ്പം മരണത്തിലേക്ക് കൂട്ടണം. അതാണ് അവന്റെ ചിന്ത. വിജയ്ക്ക് നല്ല മാറ്റമുണ്ടിപ്പോൾ. തനിയെ പിടിച്ചെഴുന്നേൽക്കാനും പതി നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ അവൻ ഇപ്പോഴും അതേ നിർബന്ധവും വാശിയുമാണ്. ഏതു നേരവും ആതിര അവന്റെ അടുത്ത് വേണം. അവന്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തു കൊടുക്കണം. കുളിച്ചു കഴിഞ്ഞാൽ അവൾ തന്നെ തല തോർത്തി കൊടുക്കണം. തലയെല്ലാം തോർത്തി കൊടുത്ത് ചെറുക്കൻ്റെ നെറ്റിയിലും കവളിലും ഓരോ ചുംബനവും കൊടുത്ത് തിരിയാൻ തുടങ്ങിയതാണ് പെണ്ണ്. ആതിര മോളെ, നിനക്കറിയാമോ, ഞാനിപ്പോൾ വലിയൊരു കടക്കാരനായി മാറി. അവൻ അവളെ പിടിച്ചു നിർത്തി പറഞ്ഞു. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അവൾ അവനെ നോക്കി. അതല്ല, നീ എനിക്ക് ഒരു ദിവസം തന്നെ ഏതാണ്ട് ഒരു 20ഓളം ഉമ്മകൾ തരുന്നുണ്ട്. ഒരു ദിവസം 20 ഉമ്മ വെച്ച് കണക്കാക്കിയാൽ ഒരു മാസം 600. അങ്ങനെ ഒരു 4-5 മാസം ആയപ്പോഴേക്കും 2500 ഉമ്മ. പിന്നെ അതിൻ്റെ പലിശ, കൂട്ടുപലിശ, ഇതെല്ലാം ഞാൻ തിരിച്ചു തരണ്ടേ? അവൻ കുസൃതിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ കുസൃതി അവളിലും തമാശ നിറച്ചു. എനിക്കേ മുതലും പലിശയും കൂട്ടുപലിശയും ഒന്നും വേണ്ട. ഞാൻ തന്നതെല്ലാം ഫ്രീ ആണ് മോനെ. അവൻ പറഞ്ഞതിന് അതുപോലെ തന്നെ കുസൃതിയിൽ അവളും മറുപടി നൽകി. ഇല്ലില്ല, അത് പറ്റില്ല പെണ്ണെ. ഈ ദിഗ്വിജയിന് ഒന്നും ഫ്രീ ആയിട്ട് വേണ്ട. എനിക്ക് കിട്ടുന്നതെല്ലാം മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരും മോളെ. അവന്റെ മറുപടി അവളിൽ ചിരി ഉണർത്തി. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒന്നും തരുന്നില്ല, എന്താ പോരെ? കുസൃതിയോടെ തന്നെ ചോദിച്ചുകൊണ്ട് തിരിയാൻ ഭാവിച്ചവളെ അവൻ വലിച്ചു തന്റെ ദേഹത്തേക്കിട്ടു. കട്ടിലിന്റെ ഹെഡ് ബോർഡിലെ ചാരിയിരിക്കുന്നവന്റെ നെഞ്ചത്തേക്ക് പെണ്ണ് വീണുപോയി. കുതറി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൻ 2 കൈകൊണ്ടും അവളെ വട്ടം പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്
അളവൊട്ടും കുറയാതെ എന്നും കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നീ പറയുന്നത് പോലെ ഞാനങ്ങ് രാക്ഷസനാകും. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ രാക്ഷസനെ അടക്കാൻ. അവൻ അവളുടെ കാതോരമായി പറഞ്ഞു. അവന്റെ നിശ്വാസച്ചൂട് അവളുടെ കാതുകളിൽ പതിഞ്ഞു. നാണത്താൽ മുഖം ചുമന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി കുഞ്ഞിപ്പെണ്ണ്. തന്റെ മുന്നിൽ കണ്ണുകളടച്ച് നാണത്താൽ ചുമന്നു നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ചുണ്ടുകൾ ആ കുഞ്ഞു മുഖമാകെ ഓടി നടന്നു. അവളെ എത്ര ചുംബിച്ചിട്ടും അവന് മതിയാകുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആ ചോര ചുണ്ടുകളെ അവൻ നുണഞ്ഞു. അവളെ വേദനിപ്പിക്കാതെ മൃദുവായി കടിച്ചു. പതിയെ അവളിൽ നിന്ന് മുഖമടർത്തി. പെണ്ണപ്പോഴും കണ്ണുകളടച്ച് അങ്ങനെ നിൽക്കുകയാണ്. കൈകൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തട്ടിയപ്പോഴാണ് പെണ്ണ് കണ്ണു തുറന്നത്. വിജയുടെ മുഖത്തേക്ക് നോക്കിയതും ആകെ നാണത്താൽ ചുമന്നു. പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അവൾ പുറത്തേക്ക് ഓടി. ഹാളിലെ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എല്ലാവരും എത്തിയിട്ടുണ്ട്. മുത്തശ്ശിയും അമ്മമാരും അച്ഛന്മാരും എല്ലാം. അവരുടെ എല്ലാം കണ്ണുകൾ സ്റ്റെയർ കേസിലേക്കാണ്. കാരണം ഇനിയും രണ്ടുപേർ കൂടി വരാനുണ്ട്, ആതിരയും വിജയും. കുറച്ചു സമയം കഴിഞ്ഞതും അവർ കണ്ടു പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ആതിരയും വിജയും. ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് സ്റ്റെയറിന്റെ കമ്പിയിൽ പിടിച്ച് പതിയെ ഇറങ്ങി വരികയാണവൻ. മനോഹരമായ ഒരു കാഴ്ചയാണത്. രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷമാണ്. ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രണയം എന്ന വികാരം രണ്ടുപേരെയും അത്രയും സുന്ദരനും സുന്ദരിയുമാക്കിയിരിക്കുന്നു. വിജയ് എന്ന ആ രാക്ഷസന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അതവന്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അങ്ങേയറ്റം സന്തോഷം നൽകുന്നതായിരുന്നു. അവരുടെ പ്രണയം നിറഞ്ഞ നോട്ടങ്ങൾ, കുസൃതികൾ എല്ലാം എല്ലാവരും ഇപ്പോൾ ആസ്വദിക്കുകയാണ്. വിജയ് ഏതാണ്ട് പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ആതിരയ്ക്ക് മുന്നിൽ അവനിപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. കുളി കഴിഞ്ഞിറങ്ങിയാൽ അവന്റെ തല അവൾ തന്നെ തോർത്തണം. പതിവായുള്ള ചുംബനങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ ആകെ വശം കെടുത്തും. അവന്റെ ലോകം ആതിരയായി ചുരുങ്ങി. ഒറ്റയ്ക്ക് പെണ്ണിനെ അടുത്ത് കിട്ടിയാൽ കണക്ക് പറഞ്ഞുള്ള ചുംബനമാണ് അവന്റെ ഏറ്റവും പ്രധാന വിനോദം. എന്റെ ഈശ്വര, ഏത് നേരത്താണാവോ ഇയാളെ ഉമ്മ വയ്ക്കാൻ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണല്ലോ ഈ കണക്ക് പറച്ചിലെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നത്. ചിലപ്പോഴൊക്കെ ആതിര തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പോകും, കണക്ക് അത് തീർക്കാനുള്ളതാണ്. അത് തല്ലായാലും ചുംബനമായാലും. അവളുടെ പരാതി കേൾക്കുമ്പോൾ അവന്റെ മറുപടി എപ്പോഴും ഇങ്ങനെയാണ്. രണ്ടുപേരും പതിയെ സ്റ്റെയർ ഇറങ്ങി ടേബിളിനരികിലായി അടുത്തടുത്തുള്ള കസേരകളിൽ ഇരുന്നു. ഇപ്പോഴും അവളുടെ ഇടുപ്പിലുള്ള പിടി അവൻ വിട്ടിട്ടില്ല. എന്റെ ചെറുക്ക, നിനക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. പണ്ടത്തേക്കാൾ ആരോഗ്യമുണ്ടെങ്കിലേ ഉള്ളൂ. എന്നിട്ടും ഈ കുഞ്ഞിപ്പെണ്ണിനെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കേട്ടോ. പാർവതി ഒരൽപ്പം കളിയായി വിജയോട് പറഞ്ഞു. പാർവതി പറയുന്നത് കേൾക്കുമ്പോഴും അവന്റെ മുഖത്ത് പുഞ്ചിരി തന്നെയാണ്. അതെ അപ്പച്ചി, കുറച്ചു നാളിങ്ങനെ വയ്യാതെ കിടന്നപ്പോ ഇവളിങ്ങനെ അടുത്തുനിന്ന് മാറാതെ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഇവളെ ഇങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവൾ അടുത്തില്ല എങ്കിൽ എന്തോ ഒരു കുറവ് ശരീരത്തിനുള്ളതുപോലെ. അതെ, അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. അത്രയേറെ അവന്റെ ജീവിതത്തിലേക്ക് അവൾ ചേർന്നിരുന്നു. മോനെ കണ്ണ, ഇപ്പോൾ നിന്റെ ആരോഗ്യമൊക്കെ ഓക്കെയാണ്. നിനക്ക് വയ്യാതെ ആയപ്പോൾ അമ്മ ഗുരുവായൂർ അമ്പലത്തിലൊരു നേർച്ച പറഞ്ഞിരുന്നു. നിന്റെ അസുഖം ഭേദമായി ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ നിന്നോടൊപ്പം അവിടെ ചെന്ന് തൊഴാമെന്ന്. ഇനി 1-2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നീ എന്തായാലും ഓഫീസിൽ പോയി തുടങ്ങും. അതുമാത്രമല്ല, റാമിനെയും ഒന്ന് കാണണ്ടേ? എങ്കിൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഗുരുവായൂരൊന്ന് പോയി ആ നേർച്ച അങ്ങ് നടത്തിയാലോ? ശ്രീദേവി അവരോടുമായി ചോദിച്ചു. അമ്മ പറയുന്നത് കേട്ട് വിജയ ആതിരയൊന്ന് നോക്കി. അവളുടെ മുഖത്ത് വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയോട് അവൻ പോകാമെന്ന് സമ്മതിച്ചു. ഒപ്പം അവന്റെ മനസ്സിലും ഒരുപാട് കണക്കുകൂട്ടലുകൾ അവൻ നടത്തി. എല്ലാവരും ഗുരുവായൂർക്ക് പുറപ്പെടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ആതിരയും വിജയും അവരുടെ മുറിയിലാണ്. വൈകിട്ട് 3 മണിയോടെ പുറപ്പെട്ട് സന്ധ്യയ്ക്ക് ഗുരുവായൂരെത്തി ഹോട്ടലിൽ മുറിയെടുത്ത് അതിരാവിലെ തൊഴാനുള്ള പരിപാടിയാണ്. ചെറുക്കനാണെങ്കിൽ രാവിലെ മുതലേ വഷളത്തരം കൊണ്ടിരിക്കുകയാണ്. പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴെല്ലാം അവളുടെ മുഖമാകെ മുത്തി ചുവപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ശീലം കൂടി, ഫോൺ എടുത്ത് സെൽഫി എടുക്കുകയാണ്. അവളുടെ കണ്ണിൽ ഉമ്മ വയ്ക്കുന്നത്, പിൻകഴുത്തിൽ ഉമ്മ വയ്ക്കുന്നത്. പെണ്ണിനാകെ ദേഷ്യം വന്നു. അല്ലെങ്കിലേ വഷളത്തരമാണ്. മുഖം മുഴുവൻ ഉമ്മ വെച്ച് എനിക്ക് വയ്യാതായി. ഇപ്പോൾ ദാ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. വട്ടായോ? അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ എന്ത് വഷളത്തരം കാണിക്കുന്നു എന്നാണ് എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത്? നിന്റെ മുഖത്തെ ആ പേടവാൻ കണ്ണുകളിൽ, നീണ്ട മൂക്കിൽ, തുടുത്ത കവിളിൽ, അങ്ങേയറ്റം പോയ ആ ചുമന്ന തത്തച്ചുണ്ടിൽ. ഇവിടെ മാത്രമല്ലേ ഞാൻ ഉമ്മ വയ്ക്കുന്നുള്ളൂ. നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. ഇനിയും എത്രയോ മനോഹരങ്ങളായ ഇടങ്ങളുണ്ട് എൻ്റെ ചുണ്ടുകൾ പതിയാനായിട്ട്. വേറൊന്നും ഞാൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ലല്ലോ. എന്നിട്ടും നീ എന്നെ ഇങ്ങനെ വഷളൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശരിക്കും വഷളനാകും.
കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് മുഖത്ത് പുഞ്ചിരി നിറച്ച് വല്ലാത്തൊരു ഭാവത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവന്റെ ആ ഭാവം, കണ്ണുകളിലെ നോട്ടം, അത് അവളെ വല്ലാതെ വളർത്തുന്ന ഒന്നാണ്. അതവന് നല്ലതുപോലെ അറിയാം. അവന്റെ നോട്ടത്തിലൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ തന്റെ ബാഗ് എടുത്തു വെച്ച് അതിലേക്ക് ഡ്രസ്സുകൾ ഓരോന്നായി മടക്കി വെക്കാൻ തുടങ്ങി. ദാ, ഇതുകൂടി വെച്ചോളൂ പറഞ്ഞുകൊണ്ട് ഒരു കവർ അവൻ അവൾക്ക് നേരെ നീട്ടി. എന്തായത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ തുറന്നു നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഒന്നുമില്ലടോ, നമ്മൾ ആദ്യമായിട്ട് അമ്പലത്തിൽ ഒരുമിച്ച് തൊഴാൻ പോവുകയല്ലേ. എനിക്കും തനിക്കും ഒരു ജോഡി ഡ്രസ്സ്, അത് ഞാൻ മേടിച്ചതാ. അവൻ പറഞ്ഞത് കേട്ട് അവൾ ആ കവർ അതുപോലെ ബാഗിലെടുത്തു വെച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സന്ധ്യയോടെ എല്ലാവരും ഗുരുവായൂർക്കെത്തി ഹോട്ടലിൽ മുറിയെടുത്ത് വിശ്രമിച്ചു. പുലർച്ചെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലേർപ്പെട്ടു. അപ്പോഴാണ് ആതിര വിജയ് നൽകിയ കവർ എടുക്കുന്നത്. അതിമനോഹരമായ നല്ല വീതിയുള്ള തിളങ്ങുന്ന ഒരു സെറ്റും മുണ്ടുമായിരുന്നു അതിന് ചേർന്ന ബ്ലൗസ്. പിന്നെ വീതി കൂടിയ ഒരു കാശിമാലയും വലിയ ജിമിക്കിയും ലക്ഷ്മി വളകളും. അവൻ്റേത് മുണ്ടും ജുബ്ബയും. ഒരുങ്ങിയിറങ്ങി വന്ന ആതിരയെയും വിജയനെയും കൂടെയുള്ളവർ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. അത്ര ചേർച്ചയായിരുന്നു രണ്ടുപേരും. വധൂവരന്മാരെ പോലെ. അമ്പലത്തിൽ തൊഴുതിറങ്ങിയതും യദുവിന്റെ വകയായിരുന്നു ഫോട്ടോഷൂട്ട്. അവൻ പറയുന്ന പോസിലെല്ലാം വിജയും ആതിരയും ചേർന്ന് നിന്നു. പുറകിൽ നിന്ന് ഇടുപ്പിലൂടെ കൈയിട്ട് അവന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു ഫോട്ടോ, അവളുടെ നെറ്റിയിൽ മുത്തം നൽകുന്ന ഫോട്ടോ, അവളെ കൈകളിൽ കോരിയെടുത്ത് കറക്കുന്നൊരു ഫോട്ടോ, അവളുടെ തുടുത്ത കവളിൽ ചുംബനം നൽകുന്ന ഫോട്ടോ. എല്ലാ ഫോട്ടോകളും ഒന്നിനൊന്ന് മെച്ചം. അത്രയും മനോഹരമായിരുന്നു ആ രണ്ടുപേരും. അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയമെന്ന വികാരമായിരുന്നു അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. എല്ലാവരുടെ ഉള്ളിലും സന്തോഷം മാത്രമായിരുന്നു. എങ്കിലും ഗൗരിയും പ്രതാപനും തങ്ങളുടെ ഏക മകനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചു. ധ്യാൻ പതിയെ കണ്ണു തുറന്നു. ഇന്നലെ ആഹാരം കഴിച്ചതിന് ശേഷം ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയിരുന്നു. ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. താൻ കട്ടിലിലല്ല, മറിച്ച് കസേരയിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു അവന് മുറിയാകെ നോക്കി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ ചുമരിലായി പതിപ്പിച്ചിരിക്കുന്ന ആ വലിയ ടിവിയിലേക്ക് ചെന്നത്. പതിയെ ടി വി ഓണായി. അവിടെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ആതിരയും വിജയും ചേർന്നുള്ള മനോഹരങ്ങളായ നിമിഷങ്ങൾ. വീട്ടിൽ അവരുടെ മുറിയിൽ നിന്നുള്ളത്, ബാൽക്കണിയിൽ നിന്നുള്ളത്, ഡൈനിങ് ഹാളിൽ നിന്നുള്ളത്, ഏറ്റവും ഒടുവിൽ കണ്ണന്റെ നടയിൽ വെച്ചുള്ളത്. സെറ്റ് സാരിയും ജുബയും ഉടുത്ത് വധൂവരന്മാരെ പോലെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. അവന്റെ മുഖത്തെ ഭാവം മാറി. ആതിരയും വിജയും വീണ്ടും സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് കൂടുന്നു എന്നുള്ള കാഴ്ച അവന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു. വിജയ്ക്കൊപ്പം നിൽക്കുന്ന ആതിര, അവളെ ചുംബിക്കുന്ന വിജയ്, ആ കാഴ്ച അവന്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ആതിരയുടെ മുഖത്തെ പ്രണയം, അവളുടെ കണ്ണുകളിലെ നാണം, വിജയോടുള്ള ഇഷ്ടം, അതെല്ലാം ശരിക്കും ധ്യാനിനെ ഒരു ഭ്രാന്തനാക്കി. അവൻ അലറി. കസേരയോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടിക്കാനായി അവൻ ശ്രമിച്ചു. കസേരയോടൊപ്പം തന്നെ അവൻ താഴേക്ക് പതിച്ചു. എന്നിട്ടും സ്വയം നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. അവൻ ഉറക്കെ ഉറക്കെ അലറി. ഒടുവിൽ അവന്റെ ബലപ്രയോഗത്താൽ കെട്ടുകൾ അഴിഞ്ഞു. കസേരയുടെ ഒരു കാൽ ഒടിച്ചെടുത്തുകൊണ്ട് അവൻ സ്ക്രീനിന് നേരെ പാഞ്ഞു. ആതിരയും വിജയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതായിരുന്നു അവസാനം കണ്ടത്. അത് കാണാനുള്ള ശക്തിയില്ലാതെ അവൻ ആ സ്ക്രീൻ അടിച്ച് പൊട്ടിച്ചു. തുടരും.